ഹായ് മക്കളെ, നമ്മുടെ എക്സാമിങ് അടുത്ത് വരാറായില്ലേ മക്കളെ? ഒരു ടെൻഷനും വേണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മോഷൻ അല്ലെങ്കിൽ ചലനത്തെക്കുറിച്ചുള്ള റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനാണ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്, സദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റീസ്, അദിശ അളവുകൾ എന്നും പറയാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 മാർക്കിനൊക്കെ ചോദ്യം വരാറുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യം വരും, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നും പറഞ്ഞൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റീസിന് 2 ആൾക്കാരുണ്ട്. ആരൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാല്യൂ, ഒപ്പം ഡയറക്ഷൻ, ദിശയും പ്രസ്താപിക്കപ്പെടുന്ന ഈ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം, വെലോസിറ്റി പ്രവേഗം, ആക്സിലറേഷൻ ത്വരണം. ഈ ക്വാണ്ടിറ്റീസിന് എന്തുണ്ട്? 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡും പറയും, ഒപ്പം ഡയറക്ഷൻ, ദിശയും കൂടെ പറയും. അതായത് 5 മീറ്റർ എങ്ങോട്ട് പോയി, റൈറ്റിലോട്ട് പോയി അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് പോയി എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വാല്യൂ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അവിടെ ഡയറക്ഷൻ ഇല്ല. നമ്മൾ 5 മീറ്റർ റൈറ്റിലോട്ട് പോയെന്നും പറയാറില്ല, 5 മീറ്റർ അത്രേ നമ്മളിവിടെ പറയാറുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, ദൂരം, സ്പീഡ്, വേഗത, മാസ്, ഇതെല്ലാം എന്തിൽ പെടുന്നു? സ്കെയിലർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അദിശ അളവുകൾ പെടുന്നു. ഓക്കെ ആണോ? എങ്ങനെയാണ് ഇതിന് ചോദ്യം വരണേ? ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഓക്കെ ആണോ? അതായത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഡിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി, ഈ 3 കാര്യങ്ങൾ പറയും. എന്നിട്ട് ഫൈൻഡ് ദി ഓഡ് വൺ എങ്ങനെ ചോദ്യം വരാറുണ്ട്. അതിലെന്തായിരിക്കും? സ്പീഡ്, ഡിസ്റ്റൻസ്, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ്, സ്പീഡും ഡിസ്റ്റൻസും എന്ത് ക്വാണ്ടിറ്റീസാണ്? സ്കെയിലറാണ്. പക്ഷേ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെ ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ അത്?